ഇപ്പോൾ ഈ നിർമ്മാതാക്കളും നടന്മാരും അല്ലെങ്കിൽ നടിയുമായ വിജയ് ബാബു, സാന്ദ്ര തോമസ് രണ്ടുപേരും അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾ കൂടിയാണ്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സാന്ദ്ര തോമസ് വാർത്താ താരമാകുന്നത്. അവർ ഈ ഫ്രൈഡേ ഫിലിം ഹൗസിൽ ഇപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ബാനറിൽ തനിക്ക് അങ്ങനെയാണെങ്കിൽ തനിക്ക് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മത്സരിക്കാനുള്ള യോഗ്യത ഉണ്ടെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ നിലവിൽ മറ്റൊരു നിർമ്മാണ കമ്പനിയായിട്ട് പോയി. വിജയ് ബാബുവും അവരും ഒന്നിച്ചായിരുന്നു ഈ ഫ്രൈഡേ ഫിലിം ഹൗസ് ഉണ്ടാക്കിയത്. വേർപിരിഞ്ഞു. പക്ഷേ അത് നിയമപ്രശ്നമായി. ഇപ്പോൾ സാന്ദ്ര തോമസ് വിജയ് ബാബുവിനെ വെല്ലുവിളിക്കുന്നു. വിജയ് ബാബു നേരെ സാന്ദ്ര തോമസിന് മറുപടി കൊടുക്കുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദം തെറ്റിപ്പിരിഞ്ഞ മാത്രമായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പരസ്യമായ ചെളിവാരിയേർ ആയിട്ട് മാറിയിട്ടുണ്ട്. രണ്ടുപേരും ഫേസ്ബുക്ക് പോസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയാണ്. എന്താ സംഭവം? അതായത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണല്ലോ. സ്വാഭാവികമായും സാന്ദ്ര തോമസ് പത്രിക സമർപ്പിച്ചിരുന്നു. ഈ പത്രിക ഭരണാധികാരി തള്ളിയിരുന്നു. അപ്പോൾ തള്ളിയപ്പോൾ സാന്ദ്ര തോമസ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് തള്ളിയതെന്നും വ്യക്തമാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ കൃത്യമായ മറുപടി പറഞ്ഞു. അതായത് 3 സിനിമകളെങ്കിലും സ്വതന്ത്രമായിട്ട് നിർമ്മിച്ചിരിക്കണം എന്നുള്ളൊരു ബൈലോ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ 8 സിനിമകളോളം നിർമ്മിച്ചതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിൽ 2 സിനിമകൾ മാത്രമാണ് സ്വതന്ത്രമായിട്ട് ചെയ്തത്. ബാക്കിയെല്ലാം ഫ്രൈഡേ ഫിലിംസ് എന്നുള്ള ഒരു കൂട്ടായ്മയിൽ ചെയ്തതാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഭയങ്കരമായി ബഹളം ഉണ്ടാക്കി. ഞാൻ മത്സരിച്ച് വിജയിച്ച് കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നവരോടെല്ലാം ബഹളം കാണിച്ചപ്പോൾ ഭരണാധികാരി പറഞ്ഞു ഇതൊന്നും എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല, ബൈലോയിലുള്ളതാണ് ഈ കാര്യങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് സാന്ദ്ര തോമസ് കോടതിയിൽ പോയത്. കോടതിയിൽ പോയപ്പോഴേക്കും ഈ വിധി ഇതുപോലെ തന്നെ വന്നു. അതായത് വിധി ഈ ഭരണാധികാരി പറഞ്ഞതുപോലെ തന്നെ വിധി വന്നു. അപ്പോൾ സാന്ദ്ര തോമസ് വിധി നിരാശാജനകം, അപ്രതീക്ഷിതം എന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഭാവി നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് ഈ വിജയ് ബാബുവുമായിട്ടുള്ള ചെളിവാരി എറിയൽ നടക്കുകയാണ്. ഓരോ മണിക്കൂറിലും അല്ലെ 2 മണിക്കൂർ ഇടവിട്ട് വിജയ് ബാബുവിനെതിരെ ഒക്കെ ഇവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം 2 മണിക്കൂറിന് മുമ്പിട്ടത് വിജയ് ബാബുവിന് പട്ടിയെ വിശ്വസിക്കാം, പട്ടി വിജയ് ബാബുവിനെ വിശ്വസിക്കുന്നതിലെ ഉള്ളു പേടി എന്ന് പറയുന്നു. അതായത് ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് വിജയ് ബാബുവിനെതിരെ ആദ്യം സാന്ദ്ര തോമസ് പോസ്റ്റ് ഇട്ടത്. ചിലരുടെ നിലനിൽക്കാത്ത കുതന്ത്രങ്ങൾ മറനീക്കി പുറത്തു വരുന്നു. ഒരു തമാശയായി മാത്രം നമുക്കതിനെ കാണാം. ഞാൻ 2016 വരെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ മാനേജിംഗ് പാർട്ണർ ആയിരുന്നുവെന്ന് വിജയ് ബാബു സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ പേരിൽ 2016 വരെ പുറത്തു വന്ന സെൻസർഷിപ്പ് ക്രെഡിറ്റിനും മാനേജിംഗ് പാർട്ണർ ആയിരുന്ന എൻ്റെ പേരിലാണെന്നും ഇതിൽ നിന്നും വ്യക്തമാണ്. 2016 ശേഷം ഫ്രൈഡേ ഫിലിം ഹൗസിൽ ഞാനൊരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല. എൻ്റെ വാദം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നിയമാവലി പ്രകാരം ഞാൻ മാനേജിംഗ് പാർട്ണർ ആയിരുന്ന പോലുള്ള എല്ലാ സിനിമകളുടെയും സെൻസർഷിപ്പ് ക്രെഡിറ്റ് എൻ്റെ പേരിലുള്ളതെന്നാണ്. അതിനാൽ KFPAയുടെ റെഗുലർ മെമ്പറായ എനിക്ക് അസോസിയേഷൻ്റെ കീ പോസ്റ്റിൽ നിയമപരമായി മത്സരിക്കാം. അതോടൊപ്പം തന്നെ അതിനെ നിയമപരമായി ഖണ്ഡിക്കാവുന്ന ഒന്നും വിജയ് ബാബുവിൻ്റെ പോസ്റ്റിലില്ല. ഞാൻ പാർട്ണർഷിപ്പ് ഒഴിഞ്ഞില്ലയോ എന്നുള്ളത് ഇവിടെ തർക്ക വിഷയമേ അല്ല. എന്നാൽ 2016 വരെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ മാനേജിംഗ് പാർട്ണർ ആയിരുന്നു എന്നുള്ളതാണ് തർക്കമറ്റ വസ്തുത. നിയമം പരിശോധിക്കുന്നത് വിജയ് ബാബുവിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് അസോസിയേഷൻ്റെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നിയമത്തിന്റെ കണ്ണിൽ എങ്ങനെ എന്നുള്ളതാണ് അത് കോടതി വിലയിരുത്തുമെന്നാണ് പറഞ്ഞത്. അത് വിജയ് ബാബു മറുപടി പറയുന്നുണ്ട്. നിയമം പരിശോധിക്കുന്ന വിജയ് ബാബുവിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് അസോസിയേഷന്റെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിയമത്തിന്റെ കണ്ണിൽ എങ്ങനെ എന്നുള്ളതാണ് അത് കോടതി വിലയിരുത്തും. അത്രേ എനിക്കും പറയാനുള്ളൂ സാന്ദ്ര ഇനി ഓക്കാനിക്കുമ്പോൾ എന്നാണ് പറഞ്ഞത്. സൂക്ഷ്മത പുലർത്തിയാൽ സമൂഹത്തിൽ അപഹാസ്യരാവാതിരിക്കാമെന്ന് ഓർത്താൽ നന്ന്. റീപോസ്റ്റിംഗ്, അതായത് നേരത്തെ അവർ വിജയ് ബാബു ഇട്ട പോസ്റ്റ് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഫ്രൈഡേ ഫിലിം ഹൗസുമായിട്ടുള്ള ബന്ധം അവർ വിച്ഛേദിച്ചതാണ്, അത് എല്ലാം അവരർഹിക്കുന്നതിൽ കൂടുതൽ വാങ്ങിക്കൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇതെല്ലാം കോടതിയിൽ അംഗീകരിക്കപ്പെട്ട സംഗതിയാണ്. പിന്നെ ഇടക്ക് സാന്ദ്ര തോമസ് ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഈ 2010 മുതലാണ് ഇവർ പരസ്പരം സഹകരിച്ചു തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ ഇവർ പങ്കിട്ട സന്ദേശങ്ങളിലേക്ക് സ്ക്രീൻഷോട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്, അത് പുറത്തു വിടും. ഒരു ഭീഷണി സ്വരത്തിലാണ് സാന്ദ്ര തോമസ് പറഞ്ഞത്, അല്ലെങ്കിൽ അവർ പോസ്റ്റ് ചെയ്തു. ഈ വിജയ് ബാബുവിനെതിരെ സമാനമായ പരാതി നേരത്തെ ഉണ്ടായിരുന്നു. അതൊരു തരം ബ്ലാക്ക് മെയിലിംഗ് സ്വഭാവമുള്ളതാണ്. അപ്പോൾ വിജയ് ബാബു ഇപ്പോൾ അതിനും മറുപടി കൊടുത്തിരിക്കുകയാണ്. പ്ലീസ് റിമെമ്പർ ടെക്നോളജി ഈസ് ഫോർ എവരി വൺ. മൈ iCloud ആൻഡ് ഓൾ ദ ചാറ്റ്സ് ആർ ഹിയർ വിത്ത് മീ ടു ഫ്രം 2010. ഇപ്പോൾ 2010 മുതൽ
ഉള്ള ചാറ്റുകളുടെ ആ സംഗതികളെല്ലാം എൻ്റെ കയ്യിലും ഇരിപ്പുണ്ട്, ഞാനും അത് വേണമെങ്കിൽ പുറത്തു വിടും എന്നുള്ള ഒരു സംഗതിയാണ് വന്നേക്കുന്നത്. താങ്ക്സ് സാന്ദ്ര, ഐ ലവ് ആനിമൽസ്, ദേ ആർ മോർ ട്രസ്റ്റ് വർത്തി ദാൻ ഹ്യൂമൻസ്. അതായത് ഈ പട്ടിയെ വിശ്വസിക്കാമെന്ന് സാന്ദ്ര പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വിജയ് ബാബു കൊടുത്ത മറുപടി ഒരു കുറുനരിയുടെ പടം ഇട്ടിട്ട് പറയാണ്, എനിക്കും മൃഗങ്ങളെ ഇഷ്ടമാണ്, അത് മനുഷ്യരെക്കാൾ കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന സംഗതിയാണ്. പക്ഷെ തൊട്ട് പിന്നാലെ സാന്ദ്ര തോമസ് അതിന് മറുപടി ഇട്ടെന്ന് തോന്നുന്നു. വിജയ് ബാബുവിന് പട്ടിയെ വിശ്വസിക്കാം, പട്ടി വിജയ് ബാബുവിന് വിശ്വസിക്കുന്നതിനാണ് പേടി എന്നായിട്ട്. അല്ല, അതിനിപ്പോ വിജയ് ബാബു മറുപടി ഇട്ടേക്കുന്നത് ഇങ്ങനെയാണ്: when the partnership was dissolved, I adopted one instead of you. നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നപ്പോൾ നിനക്ക് പകരം ഞാൻ വേറൊരാളെ അഡോപ്റ്റ് ചെയ്തു, ദത്തെടുത്തു. എന്നിട്ട് കൊടുത്തേക്കുന്ന വീട്ടിലുള്ള വളർത്തു നായയുടെ പടമാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. യെസ് സാന്ദ്ര, യു ആർ റൈറ്റ്, ഇറ്റ് ഈസ് മോർ ട്രസ്റ്റ് വർത്തി ദാൻ യു. സാന്ദ്ര, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിന്നേക്കാൾ കൂടുതൽ വിശ്വസിക്കാവുന്ന ഒരു സാധനം തന്നെയാണ് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ വളർത്തുന്നത്. നല്ല രസമുള്ള പട്ടിയാണ് കൊടുത്തേക്കുന്നത്. സാന്ദ്രയുടെ പട്ടി ഷോയ്ക്ക് കൂടുതൽ ഉത്തരം പറയാൻ സമയമില്ല, എനിക്ക് ഷൂട്ടുണ്ട്, ബൈ. ഇത്രയും പറഞ്ഞാണ് വിജയ് ബാബു അവസാനിപ്പിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് സാന്ദ്ര തോമസ് എന്തിറക്കുമെന്ന് അറിയില്ല. അല്ല, ഇപ്പൊ എന്തായാലും ലേറ്റസ്റ്റ് ഇപ്പൊ ഒന്നും വന്നിട്ടില്ല, സമാധാനം വെടിനിർത്തൽ പ്രഖ്യാപിച്ചോ അറിയില്ല. ഇനിയിപ്പോ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് അവര് ഭരണാധികാരി പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് കോടതിയും പറഞ്ഞിരിക്കുകയാണ്. കാരണം 3 സിനിമകൾ സ്വതന്ത്രമായി നിർമ്മിച്ചിരിക്കണമെന്നാണ് മത്സരിക്കാനുള്ള യോഗ്യതയായി കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇവരിപ്പോ ഈ പറഞ്ഞതുപോലെ ഇവരൊരുമിച്ച് ചെയ്തപ്പോൾ അതിൻ്റെ പാർട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് അംഗീകരിക്കില്ല. സാന്ദ്ര 2 സിനിമകൾ മാത്രമാണ് സ്വതന്ത്രമായി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബൈലോ ഇവർക്ക് അത് ഏത് നിയമത്തിലാണ്? ഇപ്പം നമുക്കറിയാം, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പത്രിക നൽകി. പക്ഷേ ആ പത്രിക തള്ളി. പിന്നീടാണ് അദ്ദേഹം സ്വതന്ത്രനായി കൊടുത്തത് കൊണ്ടാണല്ലോ സ്വതന്ത്രനായി മത്സരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ബൈലോയെ അനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഇത് അടിസ്ഥാനപരമായി 2 പേര് തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണ്. അതെ, ഇത് സാന്ദ്ര തോമസിന് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിയാകുക എന്നുള്ളത് അവരുടെ ഒരു ഈഗോ ആ ഒരു പ്രശ്നം കൂടിയാണ്. കാര്യം അവര് ഇപ്പം മാത്രമല്ല, നേരത്തെയും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള ഭാരവാഹികൾക്കെതിരെ പരസ്യ പ്രതികരണം അടക്കം നടത്തി. കഴിഞ്ഞ ദിവസം ഒരു പർദ്ദയൊക്കെ ഇട്ട് വന്ന് വലിയ വിവാദം ഉണ്ടായ കാര്യം. അവർക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം അവർ ഉന്നയിച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള അതിൻ്റെ നേതൃസ്ഥാനം തിരിക്കുന്നവർ ലൈംഗിക ചുവയോടെ തന്നോട് സംസാരിച്ചു എന്ന തരത്തിൽ പ്രതികരണം നടത്തി എന്നൊക്കെയാണ്. അപ്പോൾ വലിയ വിവാദം നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തലപ്പത്തേക്ക് എത്തി ഇത്തരക്കാർക്ക് ഒരു മറുപടി കൊടുക്കുക എന്നുള്ളതാണ് സാന്ദ്ര തോമസിൻ്റെ ആവശ്യം. പക്ഷേ അതിന് നിയമപരമായൊരു തടസ്സം ഉള്ളത് ഇപ്പോൾ വിജയ് ബാബുവായിട്ടുള്ള ഈ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ പ്രശ്നമാണ്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫഹദ് ഫാസിൽ നായകനായ ഒരു ഫ്രൈഡേ എന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നു, ആലപ്പുഴ ബേസ് ചെയ്ത് ചിത്രീകരിച്ച. അതിനുശേഷമാണ് ഈ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്നൊരു പ്രസ്ഥാനം തുടങ്ങിയത്. അതെ, ഒട്ടേറെ നല്ല സിനിമകൾ ആ ഫിലിം കമ്പനിയുടെ പേരിൽ വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഫിലിപ്സ് ആൻഡ് മങ്കി പെൻ, അതേപോലെ നമ്മുടെ ആട്, ഈ സിനിമകളൊക്കെ വന്നിരുന്നു. അതേപോലെ ആൻ മരിയ കലിപ്പിലാണ്, ഇത്തരത്തിൽ കുറേ സിനിമകളൊക്കെ വന്നിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ 2 പേരും തമ്മിലുള്ള കൂട്ടുകെട്ട് പിന്നെ വഴിപിരിഞ്ഞു. 2 പേരും ചേർന്ന് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിൽ നല്ല സിനിമകൾ ഉണ്ടായേനെ. പക്ഷെ വിജയ് ബാബുവായിട്ടുള്ള കൂട്ടുകെട്ട് വേർപിരിഞ്ഞ ശേഷം വിജയ് ബാബുവിനും അത്ര നല്ലതായിട്ടില്ല, സാന്ദ്ര തോമസിനും അത്ര കാര്യങ്ങൾ നല്ല രീതിയിലല്ല പോകുന്നത് നിർമ്മാതാക്കൾ എന്ന നിലയിൽ. പക്ഷേ ഇപ്പോൾ 2 പേരും തമ്മിൽ ബദ്ധശത്രുക്കളാണ്. ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈഗോ ക്ലാഷിൻ്റെ അനന്തരഫലം, ആ ചെളി മുഴുവൻ വന്നു വീഴുന്നത് സോഷ്യൽ മീഡിയയിലാണെന്ന് മാത്രം. നമ്മളൊക്കെ അത് കണ്ട് അനുഭവിക്കണം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.